Hi friends, Assalamu alaikum. Welcome back to our channel. ഞാൻ ഇന്നിവിടെ കാണിക്കുന്ന ഐറ്റം ഒരു പ്രത്യേക ഹലുവയാണ്, പച്ചമുളകിൻ്റെ ഹലുവ. നല്ലൊരു ടേസ്റ്റാണ് ഈ പച്ചമുളകിൻ്റെ ഹലുവക്ക്. നമുക്കിത് ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് മൈദയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ 4 ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്നിച്ചൊഴിക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ച് കലക്കി കൊണ്ടുവരണം. കട്ടകളൊന്നുമില്ലാതെ നല്ല സ്മൂത്തി ആയിട്ട് കലക്കിയെടുക്കണം. മൈദ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല രീതിയിൽ തന്നെ കലക്കിയെടുക്കണം. ഇത് നന്നായി കലക്കിയതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എത്രത്തോളം കൂടുതൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അത്രത്തോളം നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ 5 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. അതിന് ശേഷം തിരിച്ചെടുത്തതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കി കൊടുക്കണം. അതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി കൂടുതൽ യൂസ് ചെയ്യാം. ഞാനിവിടെ 2 കപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കുക, നന്നായി ഇളക്കിയെടുക്കുക. പഞ്ചസാര നന്നായി മെൽറ്റായതിന് ശേഷം അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പച്ചമുളക് യൂസ് ചെയ്യണം. മിനിമം ഒരു 3 പച്ചമുളക് എന്തായാലും എടുക്കണം കേട്ടോ. ഞാനിവിടെ 6 പച്ചമുളകാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം, നിർബന്ധമാണ് കേട്ടോ. വേറെ ഒരു ഓയിലും ഇതിന് ശരിയാവില്ല, വെളിച്ചെണ്ണ തന്നെ വേണം. ഇനി അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മൈദയുടെ കൂട്ടുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. നന്നായി അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അരിച്ചിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മൈദ ഒഴിച്ചു കൊടുത്തതിന് പിന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. കൈയെടുക്കാണ്ട് ഇളക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. മൈദ നന്നായി മിക്സ് ആയതിന് ശേഷം അതിലേക്ക് കുറച്ച് കളർ യൂസ് ചെയ്യാം. കളറ് നല്ലതല്ല, എന്നാലും പച്ചമുളകിൻ്റെ ഹലുവക്ക് ഒരു പച്ച കളർ ഉണ്ടാകുന്നൊരു ഭംഗിയാണ്. അതിനു വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് കളറ്. ജെൽ കളറൊക്കെ ആണെങ്കിൽ ഒറ്റ ഡ്രോപ്പ് മതി കേട്ടോ. ഒന്ന് കട്ടിയായി വരുമ്പം അതിലേക്ക് നമ്മൾ നട്ട്സും കൂടി ചേർക്കണം. ഞാനിവിടെ ചേർത്തിരിക്കുന്ന നട്ട്സ് കാഷ്യൂം ആൽമണ്ടാണ്. നട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബദാമോ കുറച്ച് ഭാഗം തൊലിയോടുള്ളതും മറ്റുള്ളത് നേർങ്ങനെ സ്ലൈസ് ചെയ്തിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കൂട്ട് ഒന്നും കൂടി കുറുകി വരുമ്പം നമ്മൾ റെഡിയാക്കി വെച്ച നട്ട്സ് ഉണ്ടല്ലോ, അതിൻ്റെ ആ പോർഷൻ നട്ട്സ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നാൽപ്പത്തഞ്ച് മിനിറ്റെങ്കിലും കണ്ണിയായിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമുക്ക് നല്ല കട്ടിയുള്ള ഹലുവ വേണമെങ്കിൽ ഇതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ കൂടി കലക്കി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ കോൺഫ്ലവർ യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് കുറച്ച് സോഫ്റ്റിലാണ് ഇഷ്ടം, അതുകൊണ്ടത് യൂസ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണയ്ക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കൂട്ട് അതിൻ്റെ പാനിൽ നിന്ന് ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. നന്നായി കുറുകിയ ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സേവിങ് ബൗളിലേക്ക് ഹലുവ ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മൾ സേവിങ് ബൗളിലേക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വൈറ്റ് എള്ള് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. വൈറ്റ് എള്ള് ടേസ്റ്റും നല്ലതാണ്, കാണാനും നല്ല ഭംഗിയാണ്. അതിലേക്ക് മാറ്റി വെച്ച നട്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ച ഹലുവ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി നല്ല രീതിയിൽ പരത്തി കൊടുക്കണം കേട്ടോ. നന്നായി ഇളക്കിയിട്ട് പരത്തണം കേട്ടോ. അതിൻ്റെ ചൂടൊക്കെ മാറാൻ വേണ്ടിയും നല്ലൊന്ന് സെറ്റാൻ വേണ്ടിയാണ്. അതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് എള്ളും നട്ട്സൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 3 മണിക്കൂറിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം.
ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ഇവിടെ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് കഴിക്കാം. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഈ ഹൽവയ്ക്ക്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.